ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിന്ന് സ്കോഡ കൈലാക്കിന്റെ സിഗ്നേച്ചർ വേരിയന്റ് ആണ്. ഓൺ ഓഫർ ഉണ്ട് ഈ വണ്ടിയിൽ. ഇപ്പോൾ സിഗ്നേച്ചർ വേരിയന്റ് മാത്രമായിട്ട് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട്സും എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ബോണസും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ സിഗ്നേച്ചറിൽ തന്നെ നമുക്ക് LED ലൈറ്റ്സും LED ഹെഡ് ലാംപ്സും ആണ് വരുന്നത്. പിന്നെ സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രില്ല് വരുന്നുണ്ട്. ഈ ബ്ലാക്ക് കളറിന് നേരത്തെ ഓപ്ഷണൽ 10,000 എക്സ്ട്രാ ആയിരുന്നു, പക്ഷേ ഇപ്പം അത് ഓപ്ഷണൽ അല്ല, സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് സിഗ്നേച്ചർ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് വേരിയൻസിൽ നമുക്ക് ഏകദേശം അടുത്ത് 1 lakh അടുത്ത് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 20,000, കോർപ്പറേറ്റ് ലോയൽറ്റി ആയിട്ട് 25,000, എക്സ്ചേഞ്ച് ബോണസ് 25,000, പിന്നെ നമുക്ക് ഇൻഷുറൻസിലും അതേപോലെ തന്നെ 20,000 ഡിസ്കൗണ്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ ഓൾ ആൻഡ് അറൌണ്ട് 1 lakh അടുത്ത് ഡിസ്കൗണ്ട് നമുക്ക് ഈ വണ്ടിയിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ചില പ്രിഫേർഡ് കാർസിൽ അഡീഷണൽ ആയിട്ട് ഓഫറും ഉണ്ട്. പിന്നെ ഇപ്പോൾ സിഗ്നേച്ചർ അല്ല വേറെ വേരിയന്റ്, സിഗ്നേച്ചർ പ്ലസ് മാനുവലോ അല്ലെങ്കിൽ പ്രസ്റ്റീജ് ടോപ്പ് എൻഡ് വേരിയന്റ് മാനുവലോ ആണെങ്കിൽ 360 കോംപ്ലിമെന്ററി ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. കഡിൽ ലാംപ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ 25 എന്ന് പറഞ്ഞ സ്പോട്ടഡ് ബാഡ്ജും ഉണ്ട്, അതും ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ 10,000 റുപ്പീസും 15,000 റുപ്പീസും ഓഫേഴ്സ് ആയിട്ട് അഡീഷണൽ ആ വണ്ടിയിലും വരുന്നുണ്ട്. പിന്നെ ബാക്കി സ്ലാവിയ, കുഷാക്ക് അതുപോലുള്ള വണ്ടികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് 50,000 മുതൽ ചില വണ്ടികളിൽ 1.5 lakh 2 lakhs വരെ ഉണ്ട്. പിന്നെ കൈലാക്കിന് നമുക്ക് ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളും ഡെമോ കാർസും അവൈലബിൾ ആണ്. അത് അറൌണ്ട് 1.5 to 2 lakhs ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു 6,000 ഒക്കെ ഓടിയ വണ്ടികളായിരിക്കും. സിംഗിൾ ഓണേഴ്സ് ആണ്, അൺരജിസ്റ്റേർഡ് വണ്ടിയാണ്, ഓണർഷിപ്പ് ഇല്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓണർ ആയിരിക്കും. സിഗ്നേച്ചർ വേരിയന്റിൽ തന്നെ നമുക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ആണ് വരുന്നത്. പിന്നെ ബോഡി കളേർഡ് ഹാൻഡിൽ ബാർസ് ആണ് വരുന്നത്, ഡോർ ഹാൻഡിൽസ്. ഡിഫോഗർ വരുന്നുണ്ട് വണ്ടിയിൽ. LED ബ്രേക്ക് ലൈറ്റ്സ് ആണ് വരുന്നത്. ബാക്ക് ആൻഡ് ലുക്ക് ഇങ്ങനെയാണ് വണ്ടിയിൽ വരുന്നത്. നമുക്ക് സിഗ്നേച്ചറിൽ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, 6 way അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ് വരുന്നത്. സ്റ്റിയറിംഗ് വീലും ടിൽറ്റും ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ മിററിന്റെ കൺട്രോൾസ്, പുറകിൽ ചൈൽഡ് ലോക്ക് ഉണ്ട് വിൻഡോസിനുള്ളത്. പിന്നെ ഓൾ പവർ വിൻഡോസിന്റെ കൺട്രോൾ ഇവിടാണ്. പിന്നെ ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. പിന്നെ ഗ്രില്ലയിലും നമുക്ക് സെൻട്രലിലും ക്രോം ആക്സൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വിത്ത് ക്രോം സ്ക്രോളേഴ്സ് ആണ് വരുന്നത്. ഇത് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സ്ക്രീനിന്റെ കൺട്രോൾസ്. ഇത് ടച്ച് സ്ക്രീൻ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് വയർഡ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ട്. വേണമെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്ത് 360 വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 360 വിത്ത് ഡാഷ് ക്യാം ഫംഗ്ഷനാലിറ്റിയാണ് വരുന്നത്. പിന്നെ ക്രൂസ് കൺട്രോൾ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മീറ്റർ കൺസോൾ ഇങ്ങനെയാണ് വരുന്നത്. ഡിജിറ്റൽ പ്ലസ് അനലോഗ് ആണ് വരുന്നത്. ഇതിനകത്ത് തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും റേഞ്ചും ഡിസ്റ്റൻസ് ടു MTയും എല്ലാ വാർണിംഗ്സും മോസ്റ്റ്ലി ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. വെഹിക്കിൾ സ്റ്റാറ്റസ്, വെഹിക്കിൾ ഡ്രൈവർ ഡാറ്റ എല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ സെൻട്രൽ കൺസോൾ, അതിൽ ക്രോം ആക്സൻസ് നമ്മുടെ AC വെൻസിൽ വന്നിട്ടുണ്ട്. പിന്നെ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. 6 സ്പീഡാണ്. 1 റിവേഴ്സ് ഗിയറും വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ മാനുവൽ മോഡും ഓട്ടോമാറ്റിക് മോഡും നമുക്കുണ്ട് ഈ ഗിയർ ബോക്സ് തന്നെ. പിന്നെ നമ്മുടെ കപ്പ് ഹോൾഡേഴ്സ് വിത്ത് ഗ്രിപ്സ്. പിന്നെ 12 വോൾട്ടിന് യൂട്ടിലിറ്റി സോക്കറ്റ് ഉണ്ട്. ഇവിടെ ഫോൺ വെക്കാനായിട്ട് വളരെ സ്പേഷ്യസ് ആയ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇത് ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജ് ഫംഗ്ഷനാലിറ്റി. പിന്നെ ഇതിന്റെ പുറകെ ടൈപ്പ് സി പോർട്സ് വരുന്നുണ്ട്. പിന്നെ ഇത് കോൾഡ് ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. ഇതാണ് ഇന്റീരിയർ ലുക്ക്. അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന LED ലൈറ്റ്സ് തന്നെയാണ്. നമ്മൾ ഏകദേശം ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ലൈറ്റ്സും LED തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിപ്പോൾ എക്സ്റ്റീരിയറിൽ നിന്ന് ഒരാൾ നോക്കുവാണെങ്കിൽ ഇത് ഏത് മോഡലാണെന്ന് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം വെളിയിലും എല്ലാം നമുക്ക് LED ലൈറ്റ്സ് തന്നെ തന്നതിന്റെ പേരിൽ. പിന്നെ അലോയ് വീൽസ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അഡീഷണൽ ആഡ് ചെയ്യേണ്ട സെൻട്രൽ ആംറസ്റ്റ് എല്ലാം ഉണ്ട്. ഈ സിസ്റ്റം വല്ലതും മാറ്റുവാണെങ്കിൽ പിന്നെ അകത്ത് കയറിയാലും പെട്ടെന്ന് വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത ഒരാൾക്ക് ഇത് ടോപ്പ് മോഡലാണോ ബേസ് മോഡലാണോ എന്ന് മനസ്സിലാവില്ല. ബാക്കിൽ നമുക്ക് AC വെൻസ് ഉണ്ട്, 2 ടൈപ്പ് സി പോർട്സ് ഉണ്ട്. പിന്നെ ഫോൺ നമുക്ക് ഇവിടെ വെക്കാനുള്ള ഡോർ പോക്കറ്റ്സും മാഗസീൻ ഹോൾഡേഴ്സിന്റെ അവിടെ പോക്കറ്റ്സും വരുന്നുണ്ട്. പിന്നെ 60-40 സ്പ്ലിറ്റ് ആണ് സീറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസ് നോക്കാം. ഇവിടെ ബൂട്ടിലേക്ക് വരുമ്പോൾ 446 ലിറ്റർ ബൂട്ടാണ് വരുന്നത്. ഇവിടെ 3 kgsന്റെ 2 ഹുക്ക് ഉണ്ട് ഗ്രോസറീസ് ഒക്കെ വെക്കാനായിട്ട്. പിന്നെ ഈ പാസീവ് ട്രേ, സാധാരണ വണ്ടികളിൽ ഇത് നമ്മൾ ഇവിടെ നൂരി എടുത്തു കഴിഞ്ഞാൽ വെക്കാൻ സ്ഥലം കാണത്തില്ല, വീട്ടിൽ വെച്ചിട്ട് വരാനേ ഉള്ളൂ, അല്ലെ താഴെ വെച്ച് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഇതിന് വെക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ താഴെ തന്നെ വരും. സ്പെയർ വീലും താഴെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് അടയ്ക്കാനായിട്ട് മേള് വരെ പോയി റീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പിടിച്ച് തന്നെ നമുക്ക് ഇങ്ങനെ അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്ലാവിയയിലേക്ക് വരാൻ നേരത്ത് സ്ലാവിയയുടെ ബേസ് വേരിയന്റ് ഇപ്പം 1294 നമുക്ക് കിട്ടും. പിന്നെ ഈ കിടക്കുന്ന വേരിയൻസ് ഒക്കെ ഈ സെയിം ഹെഡ് ലാമ്പുമായിട്ട് നമുക്ക് 16 ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിലൊക്കെ ചില സെലക്ടഡ് വേരിയൻസിൽ നമുക്ക് 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ട് ഉള്ള മോഡൽസും ഉണ്ട്. ഇതെല്ലാം കോർപ്പറേറ്റും എക്സ്ചേഞ്ചും അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടും കൂട്ടിയാണ് പറയുന്നത്. അപ്പോൾ അത്ര ഓഫേഴ്സ് ഉള്ള പ്രിഫേർഡ് കാർസും കിടപ്പുണ്ട്. അല്ലാതെ ന്യൂ കാർസിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു 60 to 70,000 റുപ്പീസ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. മാനുവൽ വേരിയൻറ്റ് 16 lakhs മുതൽ ഈ സെയിം വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ നമുക്കൊരു 20 ലാക്സിൽ ഓട്ടോമാറ്റിക് വേരിയൻസ് ടോർക്ക് കൺവേർട്ടർ ഇറക്കാവുന്നതാണ്. 1.5 നമുക്ക് 20 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 90 ലാക്സിലും ഓൺ റോഡ് 1.5 വരും. ഓക്കെ, അപ്പോൾ ഓൺ ഓഫേഴ്സിനൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ കോൺടാക്ട് നമ്പർ അതിനകത്ത് വീഡിയോയ്ക്ക് കൊടുത്തേക്കാം. നമുക്ക് സെയിൽസും സർവീസും ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് തിരുവല്ല ഇടിഞ്ഞില്ലത്ത്. സോ കോട്ടയം, തിരുവല്ല, ആലപ്പുഴ എല്ലാ റീജിയണിലെയും സെയിൽസും സർവീസും സപ്പോർട്ടിനായിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കുക.